അപ്പോൾ ഞാൻ ചെറിയൊരു യാത്രയിലൊക്കെയാണ്. ഇത് അവിടെ എന്തെങ്കിലും ട്രെയിനിൽ ഓടുന്നതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ എന്താ നമ്മളെ പക്ഷേങ്കിൽ അത് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മൾ NCERT സീരീസ് ചാലഞ്ചിനില്ല, അതൊരു എന്താ പറയുക വീഡിയോ ചെയ്യാണ്ടിരിക്കുന്നതിൽ എക്സ്ക്യൂസ് ഒന്നുമില്ല. അപ്പോൾ എന്താണ് നമ്മുടെ വീഡിയോ എന്തായാലും നമ്മൾ കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ചാപ്റ്ററാണ് കെമിക്കൽ കൈനറ്റിക്സ്. അത് ഇതിൽ കുറച്ച് അത്യാവശ്യം കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് എന്താ ഞാനിത് ഒറ്റ പാർട്ടായിട്ടായിരിക്കില്ല, ഞാൻ 2-3 പാർട്ടായിട്ട് എനിക്ക് വീഡിയോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ പാർട്ട് 1 ഞാൻ കുറച്ചെന്താ പറയുക ഇതിൽ, കാരണം എനിക്ക് ചില ക്വസ്റ്റ്യൻസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ കുറേ അത്യാവശ്യം സമയം എടുക്കുന്നുണ്ട്. കാരണം അത് എനിക്ക് എന്താ പറയേണ്ടത്, നിങ്ങൾ വെറുതെ സമയം പോക്കെന്ന് വിചാരിച്ചില്ലല്ലോ. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് എന്താ പറയുക എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും അത് സ്ക്രാച്ച് എന്ന് A to Z അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത്രയും സമയം എടുത്തിട്ട് ചില ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ആ പറയുന്നത് ഞാൻ എന്താ പറയുക കുറച്ച് ഡിഫിക്കൽട്ടായിട്ടില്ല, അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് സമയം അധികം വേണ്ട ക്വസ്റ്റ്യൻസ് പാർട്ട് 2 വെച്ചിട്ടായില്ലത്. വളരെ എളുപ്പത്തിൽ എന്താ പറയുക എനിക്ക് ഈ ഒരു ട്രെയിനിൽ ഇരുന്നു കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഇത് എനിക്കൊരു പുതിയൊരു ബുക്ക് വായിക്കാൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പൗലോ കൊയ്ലോ ദ ആൽക്കെമിസ്റ്റാണ്. എനിക്ക് ഈ എന്താ പറയുക ട്രെയിൻ യാത്രയ്ക്കിടെ ഞാൻ മേടിച്ചൊരു ബുക്കാണ്. അപ്പോൾ പറ്റുന്ന ആൾക്കാരിൽ ഈ ഒരു ബുക്ക് വായിക്കാം, നല്ലൊരു ബുക്കാണ്. ഭയങ്കര ട്രാൻസ്ഫോർമേഷനെല്ലാം വേണ്ട ആൾക്കാർക്കെല്ലാം ദിസ് ബുക്ക് ഇസ് എ ഗുഡ് വൺ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കാം. ഇതിപ്പം പോയി എക്സസൈസസ് ക്വസ്റ്റ്യൻസിന് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നത് ഇതൊന്നുമല്ല. ക്വസ്റ്റ്യൻ നമ്പർ 14. ഓക്കെ, ബുക്ക് വെക്കാൻ കുറച്ച് പ്രയാസമാണുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14 ഉണ്ട്, അത് കുറച്ച് ടഫാണ്. അതിൻ്റെ മുൻപ് നമുക്ക് കുറച്ച് എളുപ്പമില്ല ചോദ്യം ചെയ്യാം. ഇത് എളുപ്പമില്ല ചോദ്യമൊന്നും ഇല്ല ഇതിൽ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6 എളുപ്പമുണ്ട്. അതായത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. എ റിയാക്ഷൻ ഇസ് സെക്കൻഡ് ഓർഡർ. അതായത് സെക്കൻഡ് ഓർഡറാണ് ഇവിടെ റിയാക്ഷൻ പറഞ്ഞിട്ടുണ്ട്. വിത്ത് റെസ്പെക്ട് ടു റിയാക്ഷൻ നമുക്ക് എന്ത് മനസ്സിലായി, ഓർഡർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലായി. ഹൗ ഇസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ എഫക്റ്റഡ് ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ഷൻ ഇസ് ഡബിൾഡ് ഇല്ല റെഡ്യൂസ്ഡ് ആവും. ഇതൊരു ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഇല്ല. ഒരു NCERT ന്യൂ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്, പുതിയൊരു വെറൈറ്റി. ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇതെല്ലാം ഇനി നമ്മൾ പഠിക്കണം, ഇതെല്ലാം പുതിയ ക്വസ്റ്റ്യൻസ് ആണ്, ഇതെല്ലാം ഇനി എക്സാമിന് വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഒന്നാമത്തെ കേസ് എടുക്കണം. അതായത് ഒരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് Ka². ഈ നമ്മളെ ഈ ബ്രാക്കറ്റിൽ ഒരു ടേം ഇട്ടിട്ടുണ്ടെങ്കിൽ അതെന്നാ, ദിസ് ബ്രാക്കറ്റ് ഇൻഡിക്കേറ്റ്സ് കോൺസെൻട്രേഷനെ CONC മാത്രമേ എഴുതുന്നില്ല, കോൺസെൻട്രേഷൻ. അതിൻ്റെ സ്ക്വയർ ആയിരിക്കും ഈ പറയുന്ന സെക്കൻഡ് ഓർഡറിനുള്ള റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റ് ഓഫ് റിയാക്ഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ അതിൽ നമ്മൾ ഈ ഒരു ഫോളോയിങ് കൺവേർഷൻസ് വരുത്തുമ്പോൾ നമ്മൾ എന്തെല്ലാണെങ്കിലും മാറ്റങ്ങൾ വരുവാന്നുള്ളത്. അപ്പോൾ എന്ത് ആദ്യം ഡബിൾ ആക്കി അതിൻ്റെ എന്ത് ചെയ്ത് 2 ടൈംസ് ആക്കി ഇൻക്രീസ് ചെയ്ത് റേറ്റിന്. അപ്പോൾ എന്ത് സംഭവിക്കും, റേറ്റ് ഇസ് ഈക്വൽ ടു Ka². ഇതാണ് നമ്മളെ നോർമലായിട്ടുള്ള Ka² ആണ് നോർമലായിട്ടുള്ള കണ്ടീഷന്. കോൺസെൻട്രേഷൻ ഓഫ് ഫേസ് ഡബിൾഡ്. ഇവിടെ കോൺസെൻട്രേഷനിലാണ് മാറ്റം വരുത്തുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ടേമിൽ അവർ മാറ്റം വരുത്തുന്നത്. അപ്പോൾ A = 2 എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, K × 2 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്താ 2 സ്ക്വയർ 4, A സ്ക്വയർ A. അപ്പോൾ 4Ka². 4 × ഈ Ka² നമ്മൾ എവിടെയാണ് കണ്ടത്, ഇവിടെ. അപ്പോൾ എന്താ ഇത് നമ്മളെ ഓൾഡിൻ്റെ 4 ടൈംസ് ആണ്. അപ്പോൾ K' = 4K. K' അല്ലെന്ന് തോന്നുന്നു നമ്മൾ പറയേണ്ടത്. റേറ്റ് ഡാഷ്, അതായത് ന്യൂ റേറ്റ് = 4 × ഓൾഡ് റേറ്റ് ആണ് വരിക. 4 ടൈംസ് ആവും. അതേസമയം വെൻ കോൺസെൻട്രേഷൻ ഓഫ് A is reduced to 1/2. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ A = 1/A/2 ആയിട്ട് മാറും. അപ്പോൾ എന്താണ് റേറ്റ് = K × A/2 ഹോൾ സ്ക്വയർ. അപ്പോൾ A സ്ക്വയർ A², 4 സ്ക്വയർ അല്ല 1/2 ഹോൾ സ്ക്വയർ 1/2 സ്ക്വയർ 1/4. അപ്പോൾ Ka²/4 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ അതിങ്ങനെ വന്ന് 1/4 × Ka² എന്ന് വന്നു. ഇറ്റ് ഈസ് ലൈക്ക് റേറ്റ് ഡാഷ് ന്യൂ റേറ്റ് is equal to 1/4 ടൈംസ് ദ ഓൾഡ് റേറ്റ്. അപ്പോൾ എന്തായി, 1/4 ഭാഗമായിട്ട് കുറഞ്ഞതായിട്ട് 4/1 ഭാഗമായിട്ട് കുറഞ്ഞു, റെഡ്യൂസ്ഡ് 1/4. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. അതായത് ഈ ക്വസ്റ്റ്യൻ ഞാനതിൽ ഡിസ്കസ് ചെയ്തിലെന്തല്ലോ എന്ന് പറയാം, ആർക്കിയോളജിക്കൽ ആർട്ടിഫാക്ട് കണ്ടെയ്നിങ് വുഡ് ഹാഡ് ഓൺലി 80% ഓഫ് 14 കാർബൺ. അതെല്ലാം കുറച്ച് ലിവിങ് ട്രീ എന്നെല്ലാം പറയാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഇത് ഞാൻ എന്തായാലും ഞാനൊരു സ്ഥലത്ത് പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് എത്തിയ ശേഷം എനിക്കൊരു ഒരു ടേബിളും മേശയിലും കിട്ടിയിട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്യുക. കാരണം ഇത് അത്യാവശ്യം കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി, ഇതിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾസിൻ്റെ ബേസിക്സ് ആദ്യം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, എന്നാലേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇതിപ്പം തൽക്കാലത്തേക്ക് ചെയ്യുന്നില്ല. ഇത് ഞാൻ പാർട്ട് 2 ചെയ്യുന്നുണ്ടാവുക. ഈ പാർട്ട് 1 ഞാൻ കുറച്ച് എളുപ്പമില്ല. ഇതിപ്പോൾ 16th ഞാൻ പാർട്ട് 2 ചെയ്യും. ഇത്
ഞാൻ എന്നാൽ ഇവിടെ എന്നോട് ചെറുതൊരു ബുക്ക് കയറിപ്പോയിട്ടുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, ഇതിൽ ഓരോരോ മിസ്റ്റേക്സ്. എന്താ പറയുക, 18ാമത്തെ ക്വസ്റ്റിന് ഞാൻ പാർട്ട് 2 ചെയ്യുന്നുണ്ടാവും. 23ാമത്തെ ക്വസ്റ്റ്യനോ 23 നമുക്ക് ചെയ്യാം. 23 പ്രശ്നമില്ല. 23 ചിലപ്പോൾ ഇങ്ങനെയല്ല, ഈ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്നെല്ലാം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എന്താണ് ഒരു ഇത് വരാൻ ചാൻസ് ഉണ്ട്, ലൈക്ക് ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. എന്താണ് ഈ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്ന് പറയുന്നത്? ക്വസ്റ്റ്യൻ വായിക്കുവാണ്. ദ റേറ്റ് കോൺസ്റ്റൻറ്റ് ഫോർ ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രോകാർബൺ ഈസ് 2.418 × 10⁻⁻5. റേറ്റ് കോൺസ്റ്റൻറ്റ് കെ. റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് എന്താ? കെ ആണ്. അപ്പോൾ കെ എത്ര തന്നിട്ടുണ്ട്? ഇത്ര എന്താണ് സെക്കൻഡ് ഇൻവേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഇൻവേഴ്സ് ആകുമ്പോൾ നമുക്ക് എന്തറിയാം? ഈ പറയുന്ന ഇത് സെക്കൻഡ് ഇൻവേഴ്സ് വരുന്ന സമയത്ത് നമ്മളെ ഓർഡർ എന്താണ്? ഫസ്റ്റ് ഓർഡറാണ്. കാരണം ഫസ്റ്റ് ഓർഡറിലാണ് സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് യൂണിറ്റ് വരുന്നത്. ഫസ്റ്റ് ഓർഡറാണെന്ന് മനസ്സിലായി. ഇഫ് ദ എനർജി ഓഫ് ആക്ടിവേഷൻ ഇസ് 179.9 kJ/mol, ഈ പറയുന്ന എന്താണ് എനർജി ഓഫ് ആക്ടിവേഷൻ ഇ എന്ന് പറയുന്ന ടേം എത്ര തന്നിട്ടുണ്ട്? 179.9 kJ/mol തന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ? ഇത് ചോദിക്കുന്നുണ്ടെങ്കിൽ 2 മാർക്കിന് ന്യൂമറിക്കൽ സെക്ഷനിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. നമ്മളെ കെമിസ്ട്രിയിലെല്ലാം ന്യൂമറിക്കൽസിൽ എനിക്കൊന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഫിസിക്സിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കൂടുതൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം നമുക്ക് കെമിസ്ട്രിയിൽ എന്ത് ചെയ്യണം? കൂടുതൽ ന്യൂമറിക്കൽസ് വരുന്ന ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ന്യൂമറിക്കൽസ് തന്നെ പ്രാക്ടീസ് ചെയ്ത് വരണം. അപ്പോൾ നമുക്ക് അക്കോർഡിംഗ് ടു ഐരീനിയസ് ഇക്വേഷൻ, ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി എന്താ പറയുക ടഫ് ആയതുകൊണ്ടൊന്നുമല്ല, പക്ഷേ ഈ പെട്ടെന്ന് ഈ ഒരു ടേം പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ ഇങ്ങനൊരു ടേം വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അപ്പോൾ ഞാനത് എന്താണെന്നില്ല കാണിച്ചു തരാം. അപ്പോൾ ലോഗ് കെ ഇസിക്കൽ ലോഗ് എ മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ 2.303 RT. ഇത് നിങ്ങൾക്ക് ബേസിക്കായിട്ട് അറിയുന്ന ഇക്വേഷനാണ്. അപ്പോൾ എന്താ കെൻ്റെ ഇക്വേഷന് ഇത്ര ഉണ്ട്, ഇ എൻ്റെ ഇക്വേഷൻ അല്ല, ഇ എൻ്റെ വാല്യൂ ഈ രണ്ട്, കെൻ്റെ വാല്യൂ ഇത്ര, ഇ എൻ്റെ വാല്യൂ ഇത്ര. kJ/mol മോളിലേക്ക് മാറ്റുമ്പോൾ ഒരു എന്താണ് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 179,900 J/mol ആയി മാറും. ആറ് നമുക്ക് അറിയുന്ന സ്റ്റാൻഡേർഡ് എന്താണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ് 8.314. കാരണം ഇവിടെ എനർജീൻ്റെ ടേംസിലാണ് ഇക്വേഷൻ ഉള്ളത്. അപ്പോൾ ആറിൻ്റെ സ്ഥാനത്ത് ആറിന് 3 വാല്യൂസ് ഉണ്ട്. 0.083, 0.0821, അതേപോലെ 8.314. ഇവിടെ നമുക്ക് എനർജീൻ്റെ ടേംസിൽ കിട്ടുന്നതുകൊണ്ട് എന്താണ് എനർജീൻ്റെ ടേംസൊക്കെ ഇവിടെ J/mol ഒക്കെയാണ് ഉള്ളതുകൊണ്ട് അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ വാല്യൂ ആയിരിക്കണം നമ്മളെ ഗ്യാസ് കോൺസ്റ്റൻ്റ് എടുക്കേണ്ടത്. അടുത്തത് എന്ത് ചെയ്ത് ടെമ്പറേച്ചർ എത്ര തന്നിട്ടുണ്ട്? ടെമ്പറേച്ചർ തന്നിട്ടാണ്. ഇതാ ടെമ്പറേച്ചർ 546 Kelvin തന്നിട്ടുണ്ട്. അപ്പോൾ ലോഗ് എ ഇസിക്കൽ ലോഗ് കെ പ്ലസ്, അതായത് ഈ ലോഗ് ഇവിടെ വെച്ചിട്ട് ഈ മൈനസ് ഈ ടേമിന് എന്ത് ചെയ്ത് അപ്പുറത്തേക്ക് പറഞ്ഞേച്ച്. അപ്പോൾ ഈ ടേം പ്ലസ് ഇവിടെ ഒരു മൈനസ് ഇല്ലത് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആയി. അപ്പോൾ എന്തായി? ലോഗ് എ ഇസിക്കൽ ലോഗ് കെ പ്ലസ് ഇ എ ഡിവൈഡഡ് ബൈ 2.303 RT. അപ്പോൾ എന്താ ലോഗ് ഈക്വൽ ടു ലോഗ് കെൻ്റെ വാല്യൂ എന്താ? ഇവിടെ 2.418 × 10⁻⁻5 എന്നാണ്, പ്ലസ് ഇ എന്ന് പറയുന്നത് 179,900 ഡിവൈഡഡ് ബൈ 2.303 ഇൻറ്റു 8.314 ഇൻറ്റു 546. ആർ ഇത്ര, പിന്നെ നമ്മളെ ടെമ്പറേച്ചർ ഇത്ര. ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്ററിൽ അടിക്കുക. ലോഗ് എന്ന് പറയേണ്ടത് ബ്രാക്കറ്റ് ഇട്ടിട്ട് ആ വാല്യൂ അടിച്ചു കൊടുക്കുക, ഒരു ആൻസർ കിട്ടും. പ്ലസ് ഈ ഒരു ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ലോഗിൻ്റെ ഇത് ഇങ്ങനത്തെ ഒരു ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ആൻസർ കിട്ടും. അതേപോലെ ഇതിൻ്റെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ആൻസർ കിട്ടും. രണ്ടും കൂടി ഇതൊരു -4.6184 പ്ലസ് 17.21. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 12.5916 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. ലോഗ് എ ആണ് ഇങ്ങനെ, ലോഗ് എ ആണ് ഈ പറയുന്ന ഏതെന്ന് പറയുന്നത് 12.5916. നമുക്കെന്താ വേണ്ടത്? വാല്യൂ ഓഫ് പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ. എ എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ. ഈ എ ആണ് ആക്ച്വലി പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ നമ്മളിപ്പോൾ ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു 1 നേട്ടം കൂട്ടിക്കുക. അപ്പോൾ എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ആൻറ്റി ലോഗ് വെക്കണം. നമ്മൾ ലോഗിൻ്റെ എന്താണ് നേരെ റിവേഴ്സ് ആയിട്ടുള്ള പ്രോസസ്സ്. ആൻറ്റി ലോഗ് എടുത്തിട്ട് എന്താണ് 1, അങ്ങനെ നമ്മൾ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക. ആൻറ്റി ലോഗ് 1 നമുക്ക് നമ്മളെ കാൽക്കുലേറ്ററിൽ അടിച്ചാൽ കിട്ടുന്നൊരു വാല്യൂ ആണ്. ഷിഫ്റ്റ് അടിച്ചിട്ട് നമ്മളെ ഈ പറയുന്ന ഒരു 10ൻ്റെ പവർ ഉണ്ടാവും. അപ്പോൾ അത് അടിക്കുന്ന സമയത്ത് 10⁻² എന്ന് പറഞ്ഞിട്ട് ഒരു പവറിലുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ഷിഫ്റ്റ് അടിക്കുക, നമ്മളെ
ആ 10 ഒരു പവർ കാണുന്ന സാധനം അടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നമുക്കിങ്ങനെ അടിക്കാൻ ഒരു സ്പേസ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ ഈ ആൻസർ 12.5916 ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ 10 ഇങ്ങനെ ഒരു സാധനം കിട്ടും. കാരണം ഇത് കോമൺ ലോഗിലായുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്കിവിടെ ഒരു വാല്യൂ കിട്ടും. ആ ആൻസറാണ് ആൻറ്റി ലോഗിൻ ആൻസറാണ് 3.9 × 10⁻12 സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പോൾ നമുക്ക് പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്ത് കിട്ടി, 3.9 × 10⁻12 സെക്കൻഡ് ഇൻവേഴ്സ്. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുക, ഭയങ്കര ടഫാണെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല, എളുപ്പമില്ല ചോദ്യം തന്നെ. പക്ഷേ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്താണെങ്കിലും അറിയണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എന്താ പറയുക, നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ. കാരണം എക്സ്പോണൻറ്റ് e⁻28,000 എല്ലാം കാണുന്നുണ്ട്. ഇതെല്ലാം ഞാൻ എന്തായാലും അതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അടുത്ത ഒരു പാർട്ടിൽ. ഇത് ഞാനിപ്പം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിനി NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ്, NCERTൻ്റെ കുറച്ച് ഹയർ ഓർഡറിൽ, NCERTനെക്കാട്ടും കുറച്ചും കൂടി ലെവലിൽ അപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാനിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതും കഴിഞ്ഞിട്ട് ഞാൻ ഈ പാർട്ട് അവസാനിക്കും. പാർട്ടാണ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കും. ഇതിൽ വളരെ സിമ്പിളായിട്ട് 1 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫോർ വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റീസ് ഹാവ് ദ സെയിം വാല്യൂ? ആ റിയാക്ഷനാണ് എലമെൻ്ററി റിയാക്ഷൻ. കോംപ്ലക്സ് റിയാക്ഷനിൽ അങ്ങനെ വരില്ല. ഏത് റിയാക്ഷനിലാണ് ഓർഡർ മോളിക്കുലാരിറ്റി സെയിം ആയിട്ടുള്ള വാല്യൂ വരുന്നതെന്നാണ് ചോദിച്ചത്. അതിൻ്റെ ആൻസർ എന്താ, ഇഫ് ദ റിയാക്ഷൻ ഇസ് എൻ എലമെൻ്ററി റിയാക്ഷൻ. ജസ്റ്റ് എലമെൻ്ററി റിയാക്ഷൻ ഒരൊറ്റ 1 വേർഡ് എഴുതി കൊടുത്താൽ മതി, ഫുൾ മാർക്ക് കിട്ടി. അടുത്തത് 8, 11, 12, 13, 14 കൂടി ഞാൻ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്താ, ഫോർ എ സർട്ടൻ റിയാക്ഷൻ ലാർജ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഹാവ് എനർജി മോർ ദാൻ ദ ത്രെഷോൾഡ് എനർജി യെറ്റ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് വെരി സ്ലോ. വൈ? നമ്മൾ കുറേ മോളിക്യൂൾസിന് ലാർജ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ കുറേ മോളിക്യൂൾസ്, അതായത് ബുക്ക് കൂടെ വെക്കട്ടോ, നമ്മളെ കുറേ മോളിക്യൂൾസിന് ത്രെഷോൾഡ് എനർജീനെക്കാട്ടും കൂടുതൽ എനർജി ഉണ്ട്. എന്നിട്ട് പോലും എന്തുകൊണ്ട് നമ്മളെ റിയാക്ഷൻ്റെ റേറ്റ്, അതായത് അതിൻ്റെ സ്പീഡ് എന്തുകൊണ്ട് കുറഞ്ഞു പോകുന്നത്? ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, അപ്പാർട്ട് ഫ്രം ദ എനർജി കൺസിഡറേഷൻസ് ദ കൊളൈഡിങ് മോളിക്യൂൾസ് ഷുഡ് ഓൾസോ ഹാവ് പ്രോപ്പർ ഓറിയൻറ്റേഷൻ ഫോർ എഫക്റ്റീവ് കൊളീഷൻ. കുറേ ആൾക്കാർക്ക് നല്ല എനർജി ഉണ്ട്, എനിക്ക് ഭയങ്കര എനർജി, എനിക്ക് ഭയങ്കര ശക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലൈക്ക് ഇപ്പോൾ ഞാനിപ്പോൾ എനിക്ക് കുറേ ശക്തിയുണ്ട്, പക്ഷേങ്കിൽ എന്നിട്ട് ഇപ്പോൾ നമ്മളിത് ലൈക്കിനോ ഞാൻ അതിൻ്റെ നല്ല എക്സാമ്പിൾ പറഞ്ഞത്, നമ്മൾ മാങ്ങ എവിടെയല്ലത്, എനിക്ക് നല്ല ശക്തിയുണ്ട്, നല്ല ഉന്നമുണ്ട്, ഞാൻ എന്ത് ചെയ്തു, കല്ലെടുത്തിട്ട്, പക്ഷേ ഞാൻ മാങ്ങ എൻ്റെ മുൻപിലും, പക്ഷെ ഞാൻ കല്ലെറിയുന്ന ബാക്കോട്ടാണ്, അതിനെക്കൂടെ വല്ല കാര്യമുണ്ടോ? കാര്യമില്ല. എവിടെയാണ് മാങ്ങയില്ലത് അവിടെ ഞാൻ കല്ലെറിയണം, എന്നാൽ എനിക്ക് മാങ്ങ കിട്ടും. അതേപോലെ തന്നെ ഇത് കുറേ എനർജി ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂൾസ്, അതായത് ഇങ്ങനെ കൂട്ടിമുട്ടുന്ന മോളിക്യൂൾസ് തമ്മിൽ എന്ത് വേണം, പ്രോപ്പർ ഓറിയൻറ്റേഷന്. നമ്മളിപ്പോൾ പി ഓർബിറ്റൽ എന്നെല്ലാം പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഡംബൽ ഷേപ്പിലല്ലേ, ഇപ്പം ഇങ്ങനെ എന്ത് ചെയ്യണം, സൈഡ് വൈസ് ഓവർലാപ്പ് അല്ലേ. നമ്മൾ എസ് ഓർബിറ്റലാണെങ്കിൽ ഇങ്ങനെ ഓവർലാപ്പിംഗ് ആണ്, സ്പെരിക്കൽ ഷേപ്പ്. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ഓവർലാപ്പ് ഇല്ലെങ്കിൽ നമ്മളെ എന്ത് നടക്കില്ല, റിയാക്ഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പോൾ എനർജി നല്ലോണം ഉണ്ട് എന്നുള്ളത് മാത്രമല്ല ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടേണ്ടിയിട്ട് എന്തും കൂടി വേണം. ഇറ്റ് ഷുഡ് ഓൾസോ ഹാവ് പ്രോപ്പർ ഓറിയൻറ്റേഷൻ ഫോർ എഫക്റ്റീവ് കൊളീഷൻ. കൊളീഷനെല്ലാം നടക്കും എന്ന് പറയേണ്ടത്, രണ്ടാൾക്കാരിൽ തമ്മിൽ ഇങ്ങനെ എന്താ പറയുക കൂട്ടിയടിക്കലും ചെയ്യും, പക്ഷേ കറക്റ്റ് എഫക്റ്റീവായിട്ട്, അതായത് ഒരു നമ്മളെ എന്തെങ്കിലും ഒരു ഉപകാരം, അതായത് യൂസ് ഉണ്ടാവേണ്ടിക്കൽ എന്ത് വേണം, നമ്മളെ പ്രോപ്പറായിട്ട് തന്നെ ആ ഒരു പ്രോപ്പർ ഓറിയൻറ്റേഷനിൽ തന്നെ കൊളൈഡ് ചെയ്യണം, നല്ല കാര്യമാണ്. അടുത്തത്, ദ റിയാക്ഷൻ ബിറ്റ്വീൻ H2 and O2 ഈസ് ഹൈലി ഫീസിബിൾ യെറ്റ് അലോയിങ് ദ ഗ്യാസസ് ടു സ്റ്റാൻഡ് അറ്റ് റൂം ടെമ്പറേച്ചർ ഇൻ ദ സെയിം വെസൽ ഡസ് നോട്ട് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് വാട്ടർ. എക്സ്പ്ലെയിൻ. അതായത് ഈ രണ്ട് ഗ്യാസസ് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഒരേ വെസലിൽ വെച്ച് കഴിഞ്ഞാൽ അത് വാട്ടർ ഉണ്ടാക്കില്ല. അതായത് H2ഉം O2ഉം കൂടിയിട്ട് ഒരു വെസൽ ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചറിൽ, അപ്പോൾ അത് രണ്ടും ചേർത്തിട്ട് വാട്ടർ ആവേണ്ടതല്ല. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമുക്കിപ്പോൾ വെള്ളം പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ ഹൈഡ്രജൻ ഉണ്ട്, നമ്മളെ കയ്യിൽ ഓക്സിജൻ ഉണ്ട്, രണ്ടും കൂടി ഒരു പാത്രത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ വെള്ളം കിട്ടേണ്ടതല്ല ഓട്ടോമാറ്റിക്കലി, സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെയല്ലേ വിചാരിക്കുക. അപ്പോൾ H2 + O2 ഗിവിങ് H2 എന്ന് പറഞ്ഞ റിയാക്ഷൻ നടക്കണില്ല. പക്ഷെ എന്തുകൊണ്ട് നടക്കുന്നില്ല, അതിൻ്റെ ഇതാ പറയുന്നത്, because the activation energy of the reaction is very high at room temperature, but at high temperature HH and OO bond break and colliding molecules cross the energy barrier. നമ്മൾ റിയാക്ഷൻ മര്യാദക്ക് നടക്കണ്ടിരിക്കില്ല, ആക്ടിവേഷൻ എനർജി കുറവായിരിക്കണം. അതായത് ഇതിപ്പോൾ ഇങ്ങനെ ഒരു കർവാണെങ്കിൽ ഈ പറയുന്ന ഈ ഒരു കർവാണ് എനർജി, ആക്ടിവേഷൻ എനർജീൻ്റെ കർവ്. ഇത് എത്രത്തോളം മിനിമം ആവുന്ന അത്രയും പെട്ടെന്ന് മോളിക്യൂൾസിന് ഈ റിയാക്ടൻ സൈഡിൽ നിന്ന് പ്രൊഡക്റ്റ് സൈഡിലേക്ക് മാറിയെടുക്കാൻ പറ്റും. റിയാക്ഷൻ, അതായത് ഇതിപ്പോൾ ഇതിപ്പോൾ വലിയ
ഈ ആക്ടിവേഷൻ എനർജി റൂം ടെമ്പറേച്ചറിന് നല്ല ഹൈ ആയിരിക്കും. അപ്പോൾ എന്താ ഇവിടെ H2 O2 ഇല്ല മോളിക്യൂൾസിന് ഇവിടുന്ന് ആലോചിച്ചൊക്കെ ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു വലിയൊരു എകരം കയറിയാണ്. ഞാൻ ഇത്ര പ്രയാസം എനിക്ക് അപ്പുറത്തെ സൈഡിൽ എത്തണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ എന്താണ് ഇത്ര വലിയ എകരാകുമ്പോൾ പിന്നെ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ പകുതിക്ക് വെച്ചിട്ട് ഞാൻ ഗീവ് അപ്പ് ചെയ്യും ചാൻസ് ഉണ്ട്. പക്ഷേ അതേസമയം ഇത് വളരെ ചെറിയൊരു എകരം എന്താ പറയുക പെട്ടെന്ന് റിയാക്ടൻ്റെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആക്ടിവേഷൻ എനർജി കുറവാണെങ്കിൽ ഞാൻ പെട്ടെന്ന് എന്താ പറയുക ഇവിടെ മുകളിൽ കയറി ഇവിടെ എത്തി അടുത്ത എന്നാൽ പ്രൊഡക്റ്റായി മാറി. അതിന് ഇവിടുത്തെ കേസ് റൂം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കുറവാണ്, 25 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ ഉള്ളൂ. അവിടെ എന്തായിരിക്കും ആക്ടിവേഷൻ എനർജി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് നടക്കില്ല, നമ്മളെ റിയാക്ടൻ്റ് പ്രൊഡക്റ്റായി മാറൂല. പക്ഷേ ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് ആക്ടിവേഷൻ എനർജി കുറയും. അതായത് ടെമ്പറേച്ചർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആക്ടിവേഷൻ എനർജി. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഇത് കുറയും. അപ്പോൾ എന്താ അവനക്ക് പെട്ടെന്ന് ആ ഒരു സ്ലോപ്പ് ഇങ്ങനെ കയറി ഇറങ്ങിയിട്ട് എന്തായി മാറും, H2 O2 പെട്ടെന്ന് സ്ലോപ്പ് കയറി ഇറങ്ങിയിട്ട് എന്താണ് പറയുന്ന H2 വാട്ടറായിട്ട് മാറാൻ പറ്റും. എൻ്റെ അമ്പോ ഈ ഒരു ട്രെയിനിൽ നിന്നിട്ടെന്ന് പറയുന്നത് കാലെല്ലാം വല്ലാണ്ട് വേദനയാകുന്നുണ്ട്. അതാണ് അപ്പോൾ കുറച്ചൊരു എന്താ പറയുക പ്രയാസമില്ലാകുന്നുണ്ട് വീഡിയോ എടുക്കുമ്പോൾ. ബട്ട് ഓക്കെ, ദാറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഏത് പാതാളം വരെ പോകാൻ തയ്യാറാണ്. നിങ്ങൾക്ക് പക്ഷേ എന്ത് ചെയ്താൽ മതി, പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് കിട്ടുകയാണെന്നില്ല ഒറ്റ ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. സോ എന്ത് വേദന സഹിച്ചിട്ടാണെങ്കിലും ഇല്ല, ഈ ഒരു എന്താണ് ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ പരമാവധി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്ത് 12, 13, 14. വൈ ഡസ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഇൻക്രീസ് വിത്ത് എന്താണ് റൈസ് ഇൻ ടെമ്പറേച്ചർ? At higher temperature, larger fraction of colliding molecules can cross the energy barrier. Activation energy ഞാനിവിടെ പറഞ്ഞ അതേ സ്റ്റോറി തന്നെ, which leads to faster rate. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് ഈ ആക്ടിവേഷൻ എനർജി കുറഞ്ഞിട്ട് കൂടുതൽ മോളിക്യൂൾസിന് എന്താ എന്നെപ്പോലത്തെ ഒരു 100 ആൾക്കാരുടെ 100 ആൾക്കും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഈ എകരം കയറിയിട്ട് എന്നെപ്പോലെ തന്നെ അതർ സൈഡ് ഓഫ് ദ മൗണ്ടൻ എത്താൻ പറ്റും. ഇതൊരു വലിയ മൗണ്ടൻ പോലെ എനർജി ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് വലിയൊരു മൗണ്ടൻ പോലെ. അത് എത്രത്തോളം എന്താണ് വലിയ മൗണ്ടൻ ആവുന്നോ അത്രത്തോളം നമുക്കത് മുറിച്ച് കടിക്കാൻ പ്രയാസമായിരിക്കും. എത്രത്തോളം ചെറിയ മൗണ്ടൻ ആണോ നമുക്ക് അത്രത്തോളം എന്താണ് പെട്ടെന്ന് അപ്പുറത്തെ സൈഡിലേക്ക് എത്താൻ പറ്റും. സോ വാട്ട് ഈസ് മൈ ഗോൾ? ടു റീച്ച് ഫ്രം ദിസ് സൈഡ് ഓഫ് ദ മൗണ്ടൻ ടു ദിസ് സൈഡ് ഓഫ് ദ മൗണ്ടൻ ബൈ ക്രോസിങ് ത്രൂ ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ. ആ ടോപ്പ് ഓഫ് ദ മൗണ്ടനെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന പേരിൽ നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാണ്ടിട്ടാണ് ഞാൻ ഈ ഭാഷയിലെല്ലാം പറയുന്നത്. ഇവിടെ പറഞ്ഞ അതേ സ്റ്റോറി തന്നെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ ആക്ടിവേഷൻ എനർജി കുറയും. അപ്പോൾ എന്താവും, നമ്മൾ ആ ഒരു എനർജി ബാരിയർ നമുക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ പറ്റിയിട്ട് പെട്ടെന്ന് കൂടുതൽ മോളിക്യൂൾസിന് റിയാക്റ്റൻ്റിൽ നിന്ന് സൈഡിൽ നിന്ന് പ്രൊഡക്റ്റ് സൈഡിലേക്ക് പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത്, ഓക്സിജൻ ഈസ് അവൈലബിൾ ഇൻ പ്ലെൻറ്റി ഇൻ എയർ യെറ്റ് ഫ്യൂവൽസ് ഡു നോട്ട് ബേൺ ബൈ ദംസെൽസ് അറ്റ് റൂം ടെമ്പറേച്ചർ. അതായത് നമ്മളെ ഓക്സിജന് കുറേ നമ്മളിപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ മെജോറിറ്റി ഓഫ് ഇതെന്ന് പറയുന്നത് ഓക്സിജനാണ്. നമ്മളെ അറ്റ്മോസ്ഫിയറിൽ അങ്ങനെ തന്നെ ആയിരുന്നു അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്സിജന് നമ്മളെ സുലഭമായിട്ട് നമുക്ക് കിട്ടുന്നൊരു സംഭവമാണ്. നമ്മളിതിലൊക്കെ നമ്മളെല്ലാം ഓക്സിജൻ കുറവാണെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ മൗണ്ടനിലെല്ലാം പോകുമ്പോൾ ഓക്സിജൻ കുറവായിരിക്കില്ല. അതെല്ലാം നമുക്ക് പലപ്പോഴും ഈ പറയുന്ന ഇത് വരുന്നത് ഒരു ഹെഡേക്കും നോസിയോ പോലത്തെ എല്ലാം വരുന്നത് അതുകൊണ്ടല്ല, ഓക്സിജൻ കുറഞ്ഞു പോകുന്ന കാരണം ബ്രെയിനിന് അത് വല്ലാണ്ട് എഫക്റ്റ് ചെയ്യും. പക്ഷെ നമ്മൾ നോർമലി ഇല്ല, നമ്മളെ വീട്ടിലെല്ലാം എങ്ങനെയാണ് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ നല്ല രീതിക്ക് ഓക്സിജൻ നമ്മൾ അതിനെപ്പറ്റി അറിയുന്ന പോലും ഇല്ല. അത് നോർമലായിട്ട് നമ്മളെ മൂക്ക് ശ്വസിക്കുന്നു, വലിക്കുന്നു, പുറത്താക്കുന്നു, അത്രയല്ലോ. പക്ഷേങ്കിൽ ഇവിടെ പറയുന്നത് ഈ ഫ്യൂവൽ നമ്മളെ കാർബൺ ഡയോക്സൈഡ് പോലത്തെ അതൊന്നും ഈ പറയുന്ന ഇത് നമ്മളെ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് പൊട്ടിത്തെറിക്കുന്നത്. അതായത് പല ഓക്സിജൻ ഇസ് വെരി കമ്പസ്റ്റബിൾ, അതായത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. പെട്ടെന്ന് വേറെ ഗ്യാസസുമായിട്ട് റിയാക്ഷൻ നടന്നിട്ട് പെട്ടെന്ന് ഒരു ഫയറെല്ലാം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ ഓക്സിജനാണ്. പക്ഷേ നമ്മളെ റൂം ടെമ്പറേച്ചറിൽ ഇങ്ങനത്തെ ഫ്യൂവൽസ് ഒന്നും കത്തുന്നില്ല. എന്തുകൊണ്ട്? അതിൻ്റെ ആൻസറാണ് പറയുന്നത്. ഫോർ കമ്പഷൻ റിയാക്ഷൻസ് ആക്ടിവേഷൻ എനർജി ഓഫ് ഫ്യൂവൽസ് ഇസ് വെരി ഹൈ അറ്റ് റൂം ടെമ്പറേച്ചർ. ഈ പറഞ്ഞ ഇതേ കണ്ടീഷൻ തന്നെ, ആക്ടിവേഷൻ എനർജി കാരണം നല്ല ഹൈ ആയതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ ഫ്യൂവൽസിനൊന്നും സ്വയം ഇങ്ങനെ കത്താൻ പറ്റാത്തത്. അല്ലെങ്കിൽ നമ്മൾ ഈ പെട്രോൾ വെച്ച സാധനമെല്ലാം നമ്മൾ ഇങ്ങനെ വെറുതെ മൂടി ഓർക്കുമ്പോൾ തന്നെ നമ്മൾ കയ്യും കത്തിപ്പോണ്ടിയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു പെട്രോൾ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇങ്ങനെ പുറത്ത് വെക്കണം, പെട്രോൾ പമ്പിൽ നിന്ന് ഞാൻ പെട്രോൾ കുറച്ച് 50 രൂപയ്ക്ക് പെട്രോൾ വാങ്ങിയിട്ട് ഞാൻ ഈ മൂടി തുറക്കുന്ന സമയത്ത് എയറിൻ്റെ ഓക്സിജനായിട്ട് കോൺടാക്ട് വന്നിട്ട് ബൂം മൊത്തം എന്ന് പറയുന്നത് കത്തി എന്ന് പറയുക ഞാനടക്കം ചാമ്പലായി പോകേണ്ടിയാണ്. പക്ഷെ അത് നടക്കുന്നില്ല. കാരണം എന്താ, റൂം ടെമ്പറേച്ചറിൽ ഈ പറയുന്ന ആക്ടിവേഷൻ എനർജി നല്ല. അപ്പോൾ നമ്മുടെ പെട്രോളിന് ആ കമ്പഷൻ ഫോമിലേക്ക് പെട്ടെന്ന് മാറാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞ അതേ സ്റ്റോറി തന്നെ, വലിയ മൗണ്ടൻ ആയതുകൊണ്ട് അയാൾ പകുതിക്ക് വെച്ചിട്ട് ഗീവ് അപ്പ് ആയി കളിയോ.
ഇയാൾ മൊത്തം സ്റ്റോറി മൊത്തം മൗണ്ടനും ക്ലൈം ചെയ്തിട്ട് അപ്പുറത്ത് എത്തൂല. ഈ പെട്രോള് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്നാൽ ഇപ്പുറത്ത് ഇതും കടന്നിട്ട് ഇപ്പുറത്ത് എത്തിയുണ്ടല്ലോ, ദാറ്റ് വിൽ ബി ദ എൻഡ് ഓഫ് മൈ സ്റ്റോറി. എന്നേക്കുമായിട്ട് എന്താ പറയുക. പിന്നെ ഞാനിത് തുറന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇത് മൊത്തം കത്തി ചാമ്പല് എൻ്റെ കൈയും കത്തി, ആ സ്പോട്ടിൽ തന്നെ ഞാനും കത്തി, എന്നേക്കുമായി തീർന്ന്. പക്ഷെ അങ്ങനെ നടക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? ആക്ടിവേഷൻ എനർജി കൂടിയതുകൊണ്ട്. അത് ആക്ച്വലി ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഈ പെട്രോളെല്ലാം എന്താ പറയുക, അല്ലെ പെട്രോൾ, ഡീസൽ ഇതുപോലത്തെ എന്ത് സാധനം എന്നാണ് നമ്മളിപ്പോൾ സ്കൂട്ടറിലെല്ലാം പെട്രോൾ തീർന്നു പോയിട്ട് നമ്മൾ ഒഴിക്കുന്നതാണെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറസ് കണ്ടീഷനായിട്ട് മാറുന്നു. പക്ഷേ ഇങ്ങനെ ഒരു കാര്യമില്ലോണ്ട് എന്താ, ഇതൊക്കെ എന്താണ് നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൂടി, നമ്മളുടെ റിയൽ ലൈഫിൽ ആപ്ലിക്കേഷൻസ് ചെയ്തല്ലോ. ഇതെല്ലാം നമ്മൾ ഒരു സയൻസ് പഠിക്കുന്ന സ്റ്റുഡൻസിനെ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് പെട്രോള് നമ്മൾ തുറക്കുന്ന സമയത്ത്, ബോട്ടിലിലെ പെട്രോൾ തുറക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഓക്സിജനിൽ എയറിൽ ഓക്സിജനായിട്ട് എന്താണ് റിയാക്ട് ചെയ്തിട്ട് എന്തുകൊണ്ട് കത്തി പോകുന്നില്ല എന്നുള്ളതിൻ്റെ റീസണാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, വൈ ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് റിയാക്ഷൻ വിത്ത് മോളിക്കുലാരിറ്റി ഹയർ ദെൻ 3 വെരി റെയർ. അതായത് മോളിക്കുലാരിറ്റി 3, അതായത് 3 മോളിക്യൂൾസ് NO2 പ്ലസ് CO2 പ്ലസ് H2O ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് മോളിക്യൂൾസ് 3 നമ്പർ, അതായത് നമ്പർ ഓഫ് റിയാക്ടൻസിനാണ് നമ്മൾ മോളിക്കുലാരിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത്. നമ്പർ ഓഫ് റിയാക്ടൻസ് 1, 2, 3 ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു പ്രൊഡക്റ്റ്, ഇതിപ്പം ചേർന്നാൽ എന്താ പ്രൊഡക്റ്റ് ഉണ്ടാവും. ഇത് പ്രൊഡക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര റെയർ ആണ്. ഇത് നോ റിയാക്ഷനാണ് മോസ്റ്റ് ഓഫ് ദ കേസസിൽ നടക്കുക. കാരണം ഒരേ സമയം 3 മോളിക്യൂൾസും എന്താണ് കൊളൈഡ്, അതായത് ദ പ്രോബബിലിറ്റി ഓഫ് മോർ ദൻ 3 മോളിക്യൂൾസ് കൊളൈഡിങ് സൈമൾട്ടേനിയസ്ലി ഈസ് വെരി ലോ. ഒരേ സമയത്ത് അതായത് H2O, അത് ഞാൻ വേറെ പേജിലെറ്റ് ചെയ്താൽ, അതായത് ഈ പറയുന്ന ഈ H2O, അതേസമയം നമ്മൾ NO2, അതേസമയം CO2, ഇത് 3 ഒരേ സമയം എന്ന് പറയുന്നത് ഇതുമായിട്ട് എന്താണ് കോമ്പിനേഷനിൽ വേണോ, ഇതുമായിട്ട് കോമ്പൈൻ ചെയ്യണം, ഇതുമായിട്ട് ഒരേ സമയം സൈമൾട്ടേനിയസ്ലി എന്ന് പറയുമ്പോൾ അറ്റ് ദ സെയിം ടൈം. ഇത് 3 ഒരേ സമയം റിയാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവ്. ഇത് ലിറ്റിൽ ടു നോ ചാൻസ്. ഇങ്ങനെ നടക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2 എണ്ണമാണ് ഇപ്പോൾ H2 പ്ലസ് O2. ഇത് രണ്ടും ചേർന്നിട്ട് എന്താവും, H2O ആയിട്ട് 2H2O ആയിട്ട് മാറും. ഇവിടെ 2H2. അപ്പോൾ എന്താ, ഇവിടെ ഇങ്ങനെ റിയാക്ഷൻ നടക്കും. പക്ഷേ H2O, NO2, CO2 ഇത് ഇങ്ങനെ 3 എണ്ണം ഒരേ സമയം, അതായത് 3 എണ്ണം ഒരേ സമയം കൊളൈഡ് ചെയ്താൽ മാത്രമേ ഒരു റിയാക്ഷൻ നടക്കൂ. അപ്പോൾ ഇവിടെ എന്ത് നടക്കൂല, ഇവിടെ റിയാക്ഷൻ നടക്കുന്ന ചാൻസ് പ്രോബബിലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ടാണ് മോളിക്കുലാരിറ്റി 3 ഓർ അബവ് 3. ഇപ്പോൾ 3 തന്നെ ഞാൻ കേസ് പറഞ്ഞ്, ഇതിൻ്റെ ഒപ്പം എന്താണ് ഇപ്പോൾ ഒരു നമ്മളെ ഇതെന്താ പറയുക, ഞാനിപ്പോൾ ഏത് സംഭവം എടുക്കുക, ഒരു NH3, ഒരു അമോണിയ എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ നടക്കുകയില്ല. 4 എണ്ണം. കാരണം നമ്മൾ റിയാക്റ്റിൻ്റെ എണ്ണം കൂട്ടും തോറും അതിൻ്റെ റിയാക്ഷൻ എന്താണ് തമ്മിൽ കൊളൈഡ് ചെയ്തിട്ട് അതായത് 3-4 റിയാക്ടൻസിൽ ഒരുമിച്ച് കൊളൈഡ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി കുറയുക ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ്, ഹെൻസ് പോസിബിലിറ്റി ഓഫ് മോളിക്കുലാരിറ്റി ബീങ് 3 ഈസ് വെരി ലോ. അപ്പോൾ എന്ത് നടക്കില്ല, റിയാക്ഷൻ അവിടെ മോളിക്കുലാരിറ്റി ഹയർ ദെൻ 3 നടക്കില്ല, വെരി റെയർ. 3 തന്നെ വളരെ റെയർ കേസാണ്. 4ഉം 5ഉം 6ഒന്നും പിന്നെ അതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കണം, അങ്ങനെ ഒരു റിയാക്ഷൻ നടക്കുകയില്ല. അപ്പോൾ എന്താ റീസൺ എഴുതി കൊടുക്കണ്ടേ, പ്രോബബിലിറ്റി ഓഫ് മോർ ദൻ 3 മോളിക്യൂൾസ് കൊളൈഡിങ് സൈമൾട്ടേനിയസ്ലി ഈസ് വെരി ലോ. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുത്താൽ മതി, 2 മാർക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാർട്ട് 1 എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട് 2 ആയിട്ട് ഞാൻ എന്തായാലും ഇപ്പോൾ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പാർട്ട് 1 നിങ്ങൾ ഇത്ര കാര്യങ്ങൾ മിനിമം ആയിട്ട് പഠിച്ചു വെക്കുക.